Dear students, we are going to discuss in another area and business environment, that is wetland policy. We are going through the fifth module of environment related activities that is connected to business environment. So wetland policy is another term that is connected to business environment. So wetland policy, national wetland policy. A wetland is a distinct ecosystem that is flooded by water either permanently for years or decades or seasonally weeks or months. നോർമലി ഈ വെറ്റ്ലാൻഡ് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വെറ്റ്ലാൻഡ് പോളിസി എന്നുള്ള ടേമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് വെറ്റ്ലാൻഡ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ വെറ്റ്ലാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സമീപപ്രദേശത്ത് ഈ ഒരു പ്രദേശത്തൂടെ നമ്മൾ റോഡിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് പാടം പോലെ കാണുന്നതും അതേ സമയം പാടത്തിൻ്റെ ഒരു ലുക്ക് വൈസ് പാടമായിരിക്കും, പക്ഷെ എന്നാൽ പാടം അല്ലാത്ത ഒരു പൊസിഷനായിരിക്കും. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ വാഴക്കാട്, ഇപ്പോൾ സമീപ പ്രദേശത്ത് വാഴക്കാട് പോലെയുള്ള പ്രദേശങ്ങളിലൂടെ റോഡിലൂടെ പോകുന്ന സമയത്ത് രണ്ട് ഭാഗത്തും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ചതുപ്പ് നിലം എന്ന് പറയുമല്ലോ നമ്മൾ, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരിക്കും. എന്നാൽ അത് ഫുള്ളി പാടമായിട്ട് നമുക്ക് പരിഗണിക്കാനും പറ്റില്ല. അവിടെ ഒരുപാട് സ്പീഷീസ് പക്ഷികളും അതേപോലെ മൃഗങ്ങളൊക്കെ വന്ന് പക്ഷികളൊക്കെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് അവിടെ നിന്ന് അവർ വാസസ്ഥലമാക്കിയിട്ടുണ്ടായിരിക്കും, വാസയോഗ്യമാവുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ പിന്നെ അവിടെ പശുക്കൾ മേയുക, ഇങ്ങനെ പല സിറ്റുവേഷനിലൂടെ അതെന്ത് ചെയ്യും, അവിടെ കൃഷിയോഗ്യമാവില്ല, ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആവില്ല ഈ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ ഒരുപാട് സ്പീഷ്യസ് അവിടെ എന്തുണ്ടായിരുന്നു, വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്, എന്നാൽ അതേസമയം തന്നെ ഈ മഴക്കാലമായാലും അതേപോലെ തന്നെ വേനൽക്കാലമായാലും ചതുപ്പ് നിലം എന്നാണ് അതിനെ നോർമലി വിളിക്കുക. സോ ഈ വെറ്റ്ലാൻഡ് പോളിസീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഈ ചതുപ്പ് നില പ്രദേശങ്ങളിലേക്ക് പല ഏരിയയിൽ നിന്നും പലതരം സ്പീഷ്യസ്, അതായത് പക്ഷികളും അതേപോലെ ചെറിയ ചെറിയ ജീവജാലങ്ങളൊക്കെ വന്ന് താമസിക്കുകയും അവർക്ക് ഒരു വാസയോഗ്യമാകുന്ന സാഹചര്യത്തിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റോട് കൂടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പോളിസിയാണ് നാഷണൽ വെറ്റ്ലാൻഡ് പോളിസി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് എൻ ഇക്കോ സിസ്റ്റം ദാറ്റ് ഈസ് ഫ്ലഡഡ് ബൈ വാട്ടർ ഐദർ പെർമനൻ്റ്ലി ഫോർ ഇയേഴ്സ് ഓർ ഡീക്കേഡ്സ് ഓർ സീസണലി വീക്സ് ഓർ മന്ത്സ്. നോർമലി ഈ ഒരു ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത്, ഈ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഫുള്ളി ഫ്ലഡഡ് ബൈ വാട്ടർ ആയിരിക്കും, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരിക്കും, ഫോർ ദി ഇയേഴ്സ് ഒരുപാട് വർഷങ്ങളായിട്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ചില മാസങ്ങൾ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷൻസിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. സോ ഇന്ത്യ ഹാസ് എ വെൽത്ത് ഓഫ് വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റം ദാറ്റ് സപ്പോർട്ട് ഡൈവേഴ്സ് ആൻഡ് യുണീക്ക് ഹാബിറ്റേറ്റ്. നോർമലി ഒരുപാട് സ്പീഷീസും കുറേ ഹാബിറ്റേറ്റും അടങ്ങിയിരിക്കുന്ന ഒരു പ്രദേശമാണത്. സോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോഴാണ് ഇന്ത്യയിൽ ഇങ്ങനെയൊരു സിസ്റ്റം കൊണ്ടുവന്നത്. സോ സുന്ദർലാൽ വെറ്റ്ലാൻഡ് അറ്റ് വെസ്റ്റ് ബംഗാൾ ഇസ് ദ ലാർജസ്റ്റ് വെറ്റ്ലാൻഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സുന്ദർബാൻ വെറ്റ്ലാൻഡ് എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലുള്ള വലിയൊരു വെറ്റ്ലാൻഡാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ വെറ്റ്ലാൻഡായിട്ട് നമ്മൾ കാണുന്നത്. ദെൻ ഈ ഒരു മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് നോട്ടിഫൈഡ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് റൂൾ 2017 അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദി എൻവയോൺമെൻറ്റ് ആക്ട് 1986 as regulatory framework for conservation and management of wetland. It allows country to conserve, manage and maintain the ecological character of the wetland without restricting wise use. I mean, normally as a part of environmental protection 1986, it is considered as an forest and climate change has notified wetland conservation and management rule in 2017. 1986 എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിലാണ് പല രീതിയിലുള്ള, അതായത് ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും വെറ്റ്ലാൻഡുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഇങ്ങനെ പല പല ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ആവശ്യകതയെക്കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ബേസിൽ 2017 ഓൺവേർഡ്സ് ആണ് ആക്ച്വലി വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് റൂൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്തത്, നിലവിൽ വരുന്നത്. ഈ കോൺസെപ്റ്റ് നിലവിൽ വരുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കൺസേർവിങ് മാനേജ്മെൻറ്റ് ഓഫ് വെറ്റ്ലാൻഡ് ഇഗ്രോസ് കൺട്രി ടു കൺസേർവ്, മാനേജ് ആൻഡ് മെയിൻറ്റെയിൻ ദി ഇക്കോളജിക്കൽ ക്യാരക്ടർ ഓഫ് ദി വെറ്റ്ലാൻഡ് വിത്തൗട്ട് റെസ്ട്രിക്റ്റിംഗ് വൈസ് യൂസ്.
അതായത് നമ്മൾ മണ്ണിട്ട് നികത്തി ആ ഒരു ഒരുപാട് ഹാബിറ്റേറ്റ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ വന്ന് ചേരുന്ന ആ ഒരു പ്രദേശത്തെ ഒരിക്കലും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെറ്റ്ലാൻഡ് പോളിസി എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ത് ചെയ്തത് ഈ ഒരു പ്രദേശത്ത് കൊണ്ടുവന്നത്. ദെൻ ഈ ഒരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് നടക്കുന്നത്. ഓരോ സ്റ്റേറ്റിലും എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെയുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ സ്റ്റേറ്റ് മിനിസ്റ്റർ ആയിരിക്കും നോർമലി എല്ലാ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രൊട്ടക്റ്റീവ് ആക്ടിവിറ്റീസ് എല്ലാം ബാക്കിയുള്ളെല്ലാം ചെയ്യുന്നത് പോലെ തന്നെ വെറ്റ്ലാൻഡ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ആരായിരിക്കും? ഒരു സ്റ്റേറ്റ് മിനിസ്റ്റർ ഉണ്ടായിരിക്കും. ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ആൻഡ് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ എന്ന് പറയുന്നത് February 2 ആണ്. ആ ഒരു ഡേറ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. February 2 is considered as the World Wetland Day. So these are the related information that is connected to wetland policy. So wetland policy, World Wetland Day is February 2. Normally it's an initiative from the part of the central government and state government as a part of Environment Protection Act introduced in the 1986, and normally it is considered as an act or considered as a rule in 2017 as a part of forest and climate change relating to conservation and management rule in 2017. Okay. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറയുന്നത് ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് എൻഫോഴ്സ് ഇൻ ദ ഇയർ 15th April 1987. 86 എന്ന് പറയുകയാണെങ്കിലും അതിൻ്റെ 15th April 1987 ഇത് എൻഫോഴ്സ് ചെയ്തത്, നിലവിൽ വന്ന് അതിൻ്റെ പ്രാവർത്തികമാകുന്നത്. So Consumer Protection Act implemented in 1986 give easy and fast compensation to consumer grievances. It safeguards and encourages consumer to spread against insufficiency of flow of goods and services, and it treats and manufacture practices in illegal trade that act protect the right as a consumer. In order to protect the interest of the consumer, India take an initiative from the part of the central government and state government that is known as Consumer Protection Act 1986. Normally we can say that Consumer Protection Act 1986 take an initiative to protect the interest of consumers from the grievances or from the malpractices or from the ഈ ഒരു ടേം എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൺസ്യൂമേഴ്സിന് മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്ന ഗുഡ്സും സർവീസസും, ഗുഡ്സ് ആയാലും സർവീസസ് ആയാലും അത് റെൻഡർ ചെയ്യുന്ന സമയത്ത് അതിലേതെങ്കിലും രീതിയിലുള്ള ഒരു മാൽ പ്രാക്ടീസസ് അവരിൽ അഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുമ്പോൾ അതിന് എതിരെ മൂവ് ചെയ്യാനുള്ള ഒരു ആക്റ്റാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത് വന്നിട്ടുള്ളത് April 15th 1987 വേൾഡ് കൺസ്യൂമർ ഡേ എന്നറിയപ്പെടുന്നത് March 15th നാഷണൽ കൺസ്യൂമർ ഡേ എന്ന് പറയുന്നത് December 24th ഇങ്ങനെ 2 ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതായത് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലെത്തി വിൽക്കപ്പെടുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ള ഒരൊറ്റ കോൺസെപ്റ്റ് മാത്രമേ ഒരു സെല്ലറെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഈ ഒരു കോൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് മാറുന്നത്. സോ ഈ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് വന്നപ്പോഴാണ് കൺസ്യൂമർ ഇസ് കൺസിഡർ ആസ് എ കിങ് എന്നുള്ള, അതായത് ചോയ്സ് ഓഫ് കൺസ്യൂമർ or taste and preferences of the consumer depends upon the ഡെവലപ്മെൻറ്റ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് എത്തുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ച് മാറിയിട്ടാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരികയും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലോ ഇനാക്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് അപ്ലൈസ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് അൺലെസ് സ്പെസിഫിക്കലി എക്സംപ്റ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. ഏതൊരു പ്രോഡക്റ്റും ഏതൊരു സർവീസും ഒരു കൺസ്യൂമർ എൻജോയ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അവരെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസിന് ഫെയർ അല്ലാത്തൊരു ട്രേഡ് പ്രാക്ടീസ് ഏതൊരു ബിസിനസ് റൺ ചെയ്യുമ്പോഴും അതിൽ നിന്ന് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലോൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഓൾ സെക്ടർ, പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് കോപ്പറേറ്റീവ് സെക്ടർ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇസ് എൻഫോഴ്സ്ഡ് ഓൾ സെക്ടേഴ്സ്. എല്ലാ സെക്ടേഴ്സിലും എന്ത് ചെയ്യുന്നുണ്ട് കൺസ്യൂമർ, പബ്ലിക്കായാലും പ്രൈവറ്റ് ആയാലും കോപ്പറേറ്റീവ് സെക്ടറിലും ഏത് ആക്ട് ആണെന്നുണ്ടെങ്കിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്.
Then it provides the establishment of Consumer Protection Council at the central, state and district level to promote and protect the right of consumers and three-tier quasi-judicial machinery to deal with consumer grievances and disputes. കൺസ്യൂമേഴ്സിൻ്റെ പരാതികൾ കേൾക്കാനും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുകൊണ്ടുള്ള ഡിസ്പ്യൂട്ട്സ് അവർ തമ്മിലുള്ള പ്രോബ്ലംസ് സെറ്റിൽ ചെയ്ത് അവരിലേക്ക് പ്രോപ്പറായിട്ടുള്ള കോമ്പൻസേഷൻ എമൗണ്ട് എത്തിക്കാനും വേണ്ടി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ബേസിൽ സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആൻഡ് ഇറ്റ് പ്രൊവൈഡ് എ സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ ടു ദ 6 റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ഇത് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ള ആക്ട് നിലവിൽ വരുന്നത് തന്നെ ആക്ച്വലി നമ്മൾ ഈ ഒരു 6 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ 6 കൺസ്യൂമേഴ്സ് റൈറ്റ്സിൻ്റെ ബേസിലാണ്. ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ദ ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഹോൾ ഓഫ് ഇന്ത്യയിൽ എല്ലാ പ്രദേശങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആക്ട് നിലവിൽ വരുന്നുണ്ട്. സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ള ടേമിൽ മാത്രം എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു തിയറി ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. ഇതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി 1-2 പ്രാവശ്യം പല ആക്റ്റുകളും ഡിസ്ക്രൈബ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്. So, consumers' rights are rights to safety, right to be informed, right to choose, right to be heard, right to seek redressal and right to consumer education. റൈറ്റ് ടു സേഫ്റ്റി മീൻസ് നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റിനെ കൊണ്ട് നമുക്ക് ഫിസിക്കലി നമുക്കൊരു രീതിയിലുള്ള പ്രോബ്ലംസും ഫേസ് ചെയ്യാൻ പാടില്ല. ദെൻ റൈറ്റ് ടു ബി ഇൻഫോം. ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതുമായി റിലേറ്റ് ചെയ്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതേപോലെ അതിൻ്റെ മുകളിലുള്ള കണ്ടൻറ്റ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്, ഏത് മാനുഫാക്ചറിങ് ഏജൻസിയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുന്നത്, അത് വെജ് റിലേറ്റ് ചെയ്താൽ നോൺ വെജ് റിലേറ്റ് ചെയ്തിട്ടാണോ, ദെൻ എന്നാണ് അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടേം ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആസ് എ കൺസ്യൂമർ എന്നുള്ളത് നമ്മുടെ റൈറ്റാണ്. സോ അത് അറിയിക്കുക എന്നുള്ളത് ഏതൊരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. സോ അത് ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ അത് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ റൈറ്റ് ടു ചൂസ്. ഏതൊരു പ്രോഡക്റ്റ് ഒരു മാനുഫാക്ചേഴ്സിനും ഇന്ന പ്രോഡക്റ്റ് ചൂസ് ചെയ്യാവൂ എന്നുള്ളത് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ റൈറ്റാണ്. ഒരു ഷോപ്പിൽ ഇപ്പോൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ആർ അവൈലബിൾ. അതിലേറ്റവും നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചൂസ് ചെയ്യുക എന്നുള്ളത് എന്താണ്, നമ്മുടെ റൈറ്റാണ്. ആൻഡ് റൈറ്റ് ടു ബി ഹിയർഡ്. റൈറ്റ് ടു ബി ഹിയർഡ് മീൻസ് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവെയർ ആവുക എന്നുള്ളത് എന്താണ്, നമ്മുടെ റൈറ്റാണ്. റൈറ്റ് ടു സീക്ക് റീഡ്രസൽ. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസസോ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ അതിന് എഗെയിൻസ്റ്റായിട്ട് നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ കോമ്പൻസേഷൻ റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ആസ് എ കൺസ്യൂമർ എന്നുള്ള രീതിയിൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിലും ഒരു പ്രോഡക്റ്റിനെ പ്രൊമോഷൻ ആക്ടിവിറ്റീനെ കുറിച്ചിട്ടും ആ പ്രോഡക്റ്റിൻ്റെ കണ്ടൻറ്റും മാനുഫാക്ചർ ചെയ്യുന്ന ടേമിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിലേക്ക് പ്രോപ്പറായിട്ടുള്ള അവെയർനെസ് ഉണ്ടായിരിക്കണം. സോ ആ ഒരു റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്നുള്ള ടേമും എന്ത് ചെയ്യുന്നത് ആസ് എ റൈറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ 6 റൈറ്റ്സിനെ ഓൾമോസ്റ്റ് വരുന്ന ഈ ഒരു റൈറ്റ്സിന് എഗെയിൻസ്റ്റായിട്ട് ഏതെങ്കിലും രീതിയിലേക്ക് സർവീസസോ കൺസ്യൂമർ ഗുഡ്സോ അതേ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസസോ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ ഇതിന് എഗെയിൻസ്റ്റായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ ആവശ്യം വരുന്നത് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ആവശ്യങ്ങൾ വരുന്നത്. സോ ഈ 6 റൈറ്റ്സും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ പാർട്ട് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഓരോ കൺസ്യൂമർക്കും എന്ത് ചെയ്യുന്നത്, റെൻഡർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഫോർ ദി പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ട് ഓഫ് ദി റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ, ടു പ്രൊവൈഡ് സിമ്പിൾ, സ്പീഡി ആൻഡ് ഇൻഎക്സ്പെൻസീവ് റിഡ്രസൽ ടു ദി കൺസ്യൂമർ ഗ്രീവൻസസ്, to act intended to provide better protection against exploitation, to make the provision for the establishment of consumer council and other authorities for the settlement of consumer dispute and the matter of connecting with it. Rights of protect the interest of കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് എക്സ്പെൻസസ് ഒന്നും ഇല്ലാതെ, അതായത് ഫ്രീ ആയിട്ട് നമ്മുടെ പരാതികൾ കേൾക്കാനും അതിന് പകരമായിട്ട് നമ്മളിൽ വന്നിട്ടുള്ള നഷ്ടങ്ങൾ റെൻഡർ ചെയ്യാനും അല്ലെങ്കിൽ നഷ്ടങ്ങൾ നികത്താനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോൺസെപ്റ്റ് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇനാക്ട് ചെയ്യുന്നുണ്ട്.
and the act is intended to provide better protection against exploitation. ആസ് എ കൺസ്യൂമർ എന്നുള്ള രീതിയിൽ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. സോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വർക്ക് ചെയ്യുന്നു. ദെൻ ടു മേക്ക് ദ പ്രൊവിഷൻ ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൺസ്യൂമർ കൗൺസിൽസ് ആൻഡ് അതർ അതോറിറ്റീസ് ഫോർ ദി സെറ്റിൽമെൻറ്റ് ഓഫ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്. ഇതേപോലെ തന്നെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് നമ്മൾ ഗ്രീവൻസസ് ഏജൻസീസ് തുടങ്ങിയ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ഏജൻസീസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കഷൻ വരുന്നുണ്ട്. ദീസ് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ കണക്റ്റഡ് ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. Then redressal agencies under Consumer Protection Act. Consumer Protection ആക്ടിൻ്റെ ബേസിൽ 3 redressal agencies ആണുള്ളത്. ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ. ഈ 3 രീതിയിലുള്ള redressal agencies ആണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് ഫോറം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ട്രിക്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു redressal ഏജൻസിയാണ്. 3 മെമ്പേഴ്സാണ് ഇതിലുണ്ടാവുക. പ്രസിഡൻറ്റ് ആൻഡ് 2 മെമ്പേഴ്സ്. 1 ഓഫ് ദം ഷുഡ് ബി എ വിമൻ. അതിൽ 3 മെമ്പേഴ്സാണ് ഉണ്ടാവുക. അതിൽ ഒരാൾ ഒരു സ്ത്രീ ആയിരിക്കും. ബാക്കിയുള്ള 2 പേര് ഒരു പ്രസിഡൻറ്റും മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കും. ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡിസ്ട്രിക്ട് ഫോറത്തിലേക്ക് ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. ദെൻ നമ്മുടെ കംപ്ലയിൻറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എക്സീഡ് 20 lakhs ആണ്. അതായത് 20 ഡസ് നോട്ട് എക്സീഡ് 20 lakhs, അതായത് അപ് ടു 20 lakhs വരെയുള്ള കംപ്ലയിൻറ്റ് നമുക്ക് റീഡ്രസ്സിൽ കിട്ടേണ്ട, അല്ലെങ്കിൽ നമുക്കത് ആ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്ത് നമുക്കൊരു ആസ് എ കൺസ്യൂമർ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട 20 ലക്ഷത്തിൻ്റെ ഉള്ളിലുള്ള ഉൾക്കൊള്ളുന്നൊരു പരാതിയാണെങ്കിൽ നമ്മൾ പരാതി കൊടുക്കേണ്ടത് ഡിസ്ട്രിക്ട് ഫോറത്തിലാണ് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈ അപ്പീൽ ബിഫോർ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് വിത്തിൻ 30 days. നമ്മൾ ഈ ഒരു ഡിസ്ട്രിക്ട് ഫോറത്തിൽ നമ്മൾ പരാതി കൊടുത്തിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം ഇങ്ങോട്ട് സ്റ്റേറ്റ് ഫോറത്തിലേക്ക്, സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ redressal ഏജൻസീസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇസ് 3 tier basis, that is district forum, state commission and central commission. District forum consists of 3 members. One is president and 2 other members. One will become a woman, and those persons are appointed by the state government, and complaint does not exceed 20 lakhs. That means up to 20 lakhs amount that I accept, up to 20 lakhs that can be given as a complaint in district forum. And if we are not satisfied against the district forum, we are extend our appeal to national or state commission within 30 days. Okay. Then next is state commission. Just like district forum, state commission consists of president and not less than 2 other members. President ഉണ്ടായിരിക്കും, 2 other members ഉണ്ടായിരിക്കും. one of whom should be a woman. ഒരു സ്ത്രീയാണ് അതിലുണ്ടാവുക. സ്റ്റേറ്റ് ഗവൺമെൻറ് 20 lakhs and 1 crore. ഇൻ ബിറ്റ്വീൻ 20 lakhs and 1 crore ആണ് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. 20 ലക്ഷത്തിൻ്റെയും അതേപോലെ തന്നെ 1 കോടിക്കും ഇടയിലുള്ള ഒരു എമൗണ്ടാണ് നമുക്ക് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് കമ്മീഷനിലാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്. ആൻഡ് ഇവിടെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിതിൻ 30 days നമുക്ക് നാഷണൽ കമ്മീഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ദെൻ നാഷണൽ കമ്മീഷൻ, പ്രസിഡൻറ്റ് ആൻഡ് 4 other members, 4 എക്സ്ട്രാ മെമ്പേഴ്സ് കൂടി ഉണ്ടായിരിക്കും. 1 of them should be a woman. ഒരു ലേഡി ആയിരിക്കും. സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എക്സീഡ് 1 crore, 1 കോടിയേക്കാളും 1 crore കൂടുതലായിട്ടാണ് നമ്മുടെ ഈ എമൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുപ്രീം കോർട്ട്. ഇഫ് നോട്ട് സാറ്റിസ്ഫൈ അപ്രോച്ച് സുപ്രീം കോർട്ട്. നാഷണൽ കമ്മീഷനിലും പരാതി കൊടുത്തിട്ടും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് മോർ ദാൻ 1 crore ആണ് നമ്മുടെ പരാതിൻ്റെ എക്സ്റ്റൻഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിന് എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം. സോ ദീസ് ആർ ദി 3 tier കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഏജൻസീസ്, redressal agencies. Up to 20 lakhs we can approach district forum. In between 20 lakhs and 1 crore we can approach state commission, and if the extension more than that of 1 crore we can approach national commission, and we extend the complaint more than that of 1 crore we can approach supreme court. Okay. Then next is consumer protection councils. 3 tier, just like consumer forum, there are 3 tier consumer protection councils are the Central Consumer Protection Council, State Consumer Protection Council, and District Consumer Protection Council. So first of all we are going to discuss District Consumer Protection Council.
The state government shall establish for every district by notification council to be known as District Consumer Protection Council. അതായത് ഓരോ ഗവൺമെൻറ് കീഴിലും ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലും ഓരോ ജില്ലയിലും എന്തുണ്ടായിരിക്കും, ഒരു ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉണ്ടായിരിക്കും. അവർ മെമ്പേഴ്സ് എന്ന് പറയുന്നത് കളക്ടറാണ് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ചെയർമാൻ എന്ന് പറയുന്നത് കളക്ടർ ഓഫ് ദ ഡിസ്ട്രിക്ട് ഈസ് കൺസിഡർ ആസ് എ ചെയർമാൻ. ദെൻ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. വേറെയുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് മീറ്റിംഗ് ദ ഷാൽ ബി ഓരോ ഇയറിലും മിനിമം ഒരു 2 മീറ്റിംഗ് എങ്കിലും ഈ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അണ്ടർ ദി കളക്ടറുടെ റെപ്രസെൻറ്റേറ്റീവിൽ എന്തെങ്കിലും കൂടിയിരിക്കണം. Then the procedure to be observed as regard to transaction of its business as such meeting shall prescribed by the state government. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ എങ്ങനെയൊക്കെയാണോ അതിൻ്റെ തീരുമാനങ്ങൾ വരുന്നത് അതിനനുസരിച്ചുള്ള ഡെസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്നുള്ള ടേം കൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉണ്ട്. ഇതുപോലെ തന്നെ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് ഓർ സ്റ്റേറ്റ് കൗൺസിൽ എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൽ മിനിസ്ട്രി ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ അഫെയേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിൽ കൺസ്യൂമേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും കൺസ്യൂമർ റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും കണക്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. മിനിസ്ട്രി ഇൻ ചാർജ് ഉണ്ടായിരിക്കും. അവരാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ദെൻ അതർ ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ള ആളുകൾ തന്നെയായിരിക്കും അവർ ചെയ്യുന്നത്. ദെൻ ഈ ഒരു ടേം എന്ന് പറയുന്നത് അതിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10ൽ കൂടുതലാവാൻ പാടില്ല. സച്ച് മെമ്പർ ഓഫ് അതർ ഒഫീഷ്യൽ ഓർ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് നോട്ട് എക്സീഡിങ് 10 ആസ് മേ ബി നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലേക്കുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദെൻ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉണ്ട്. സെൻട്രൽ ലെവലിൽ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉണ്ട്. മിനിസ്ട്രി ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ അഫെയേഴ്സ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മിനിസ്ട്രി ഇൻ ചാർജിലുള്ള ഒരു വ്യക്തിയായിരിക്കും എന്ത് ചെയ്യുന്നത് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ദെൻ ഇതേ ഏരിയയിൽ അതർ ഒഫീഷ്യൽസ് ആൻഡ് നോൺ ഒഫീഷ്യൽസ് ഇതിലും ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 ടയർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് ആർ വർക്ക് ഇൻ ഇന്ത്യ അണ്ടർ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. ഈ 3 ലെവലിലും എന്ത് ചെയ്യുന്നുണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് ഉണ്ട്. അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം, ഡിസ്ട്രിക്ട് ഫോറം, നാഷണൽ കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ ഫോറംസും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.